ഉക്കാരപ്പയ്യ. എടാ ശിവു, നീ ഇനി അങ്ങ് മലയാളത്തിൽ പറഞ്ഞേച്ചാ മതി. എടാ കൊച്ചനെ, ഞാൻ പാലാക്കാരൻ മത്തായിയാ. കുഞ്ഞുനാളിലെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയതാ. ഒരു ജോലി അന്വേഷിച്ച് പല സ്ഥലത്തും നടന്നു. ഒരു ജോലിയും കിട്ടിയില്ല. അവസാനം മദിരാശിയിലെത്തി സിനിമാ നടനായി. ശ്രീരാമ വിജയത്തിലെ നായകനായിട്ട് അഭിനയിച്ചു. ഹനുമാന്റെ വേഷം. പടം 100 ദിവസം ഓടി. നല്ല പേരും കിട്ടി. പക്ഷെ എന്നെ ആർക്കും അറിയാൻ വയ്യ. കാരണം എന്താന്ന് വെച്ചാൽ ഹനുമാന്റെ മോന്ത വെച്ചല്ലേ അഭിനയിച്ചത്. അതുകൊണ്ട് എന്റെ മോന്ത ആരും കണ്ടില്ല. പിന്നെ ഞാൻ ചാൻസ് ചോദിച്ചിട്ട് നടക്കാനും പോയില്ല. പക്ഷെ ഒന്നുണ്ടായിരുന്നു, കുറേ കാലം നാട്ടുകാരെന്നെ ഹനുമാൻ മത്തായി ഹനുമാൻ മത്തായി എന്ന് വിളിച്ചോണ്ടിരുന്നു. അതിനുശേഷമാ ഞാൻ ചെട്ടിയാരുടെ കൂടെ കൂടിയതും അപ്പയ്യ ആയതും. ഇപ്പൊ നല്ല മുട്ടൻ സൗകര്യമാ. എന്നതിന്റെ കുറവാ. 2 ടാക്സി ഓടുന്നുണ്ട്. താമസിക്കാൻ ഇതുപോലൊരു ബംഗ്ലാവുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാ? ആദ്യം പണം ഉണ്ടാക്കണം അപ്പയ്യ, ഇഷ്ടം പോലെ പണം. എന്നിട്ട് ആലോചിക്കാം അത് ആർക്ക് കൊടുക്കണമെന്ന്. സ്നേഹിക്കാൻ ആരെങ്കിലും വേണ്ടേ? അന്നുണ്ടാകും, ഞാനുണ്ടാക്കും. சுவாமி, இங்க வேற யாராவது வரதுண்டா? என்ன தவிர ഇവിടെ വേറെ ആര് വരാനാ? ശിവൻ വേറെ யாராவது அழைச்சிட்டு வரதுண்டான்னு? ഇല്ല മുതലാളി. இங்க வேற யாரும் வரக்கூடாது. நான் மட்டும்தான் வரலாம். நான் மட்டும். அப்படி வேற யாராவது வரக்கூடியிருந்தா அவங்க தரக்கூடிய பணத்தை உனக்கு சிவனுக்கும் ഇവിടെ ആരും വരില്ല മുതലാളി. മുതലാളി അല്ലാതെ ശിവേട്ടിന് ഇവിടെ ആരെയും പരിചയമില്ലല്ലോ. எனக்கு மட்டுமா இருக்கிற பொண்ணுதான் எனக்கு தேவை. என் அன்பா இருக்கணும், என் தேவைகள் எல்லாம் பார்க்கணும். அந்த மாதிரி ஒரு பொண்ணுதான் எனக்கு தேவை. അതിനൊക്കെ അങ്ങേക്ക് അങ്ങയുടെ ഭാര്യയില്ലേ? பாரிய இருக்கு. அந்த மாதிரி நிறைய பேர் இருக்கு. பட் ஆர்ட்ட இருந்தும் நான் நினைக்கிற மாதிரி அன்பு கிடைக்கல. நான் பணம் நிறைய சம்பாதிச்சாச்சு. ஆனா பணம் கொடுத்து அன்பு விலைக்கு வாங்க முடியாதுன்னு எனக்கு இப்பதான் புரிஞ்சது. அது புரியறதுக்கு இவ்வளவு நாளாச்சு. Too late. உனக்கு என்ன சிநேகிக்க முடியுமா? முடியுமா? இது நான் உனக்காக கொண்டு வந்தாக்கும். என்ன விலை தெரியுமா? 50,000 ரூபாய். நான் உனக்கு ஏன் தலையில தெரியுமா? நீ எனக்காக மட்டும் இருக்கிறதுதான். അങ്ങ് ഇപ്പോഴും സ്നേഹം വിലക്ക് ചോദിക്കണം. എടാ ശിവ, അവൻ ഈ ചെട്ടിയാര് പോയിട്ട് കാണുന്നില്ലടാ. അവിടേക്കാൻ പോയി പോത്തുപോലെ കിടന്ന് ഉറങ്ങുകയായിരിക്കും. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ. ചേട്ടന് എവിടാ പോകണ്ടേ? വേണമെങ്കിൽ നമുക്കൊന്ന് കറങ്ങിച്ചു വരാം. അയാളെ വ്യായാമം ചെയ്യിക്കാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞിരുന്നു. അവനെ പോയി ഒന്ന് കണ്ടുപിടിക്കണം. ചെട്ടിയാരെ വ്യായാമം ചെയ്യിക്കാനോ? പാവം, കുറച്ചാളോട് ജീവിക്കട്ടെ ചേട്ടാ. അയ്യോ, അതൊരു വെടക്ക് തടിയാ. മുഴുവൻ കൊഴുപ്പും കൊളസ്ട്രോളുവാ. ഇങ്ങനെ ചേർത്ത് വീർത്ത് മിനുങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. ഡാക്ടർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിരാവിലെ എണീച്ച് അരഘാതം നടക്കണമെന്നാ. പക്ഷെ ഇയാൾ എണീച്ച് വരുമ്പോ പൃഷ്ഠത്തിൽ വേല് വരും. മണി 11 ആവും. ചേട്ടനെ കണ്ട അന്നു മുതലാണ് എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായത്. ചേട്ടാ, ചേട്ടന് ചെട്ടിയാരെ വ്യായാമം ചെയ്യിച്ചാ പോരെ? ഞാൻ വരാം. നിനക്ക് വ്യായാമം ചെയ്യിക്കാനും അറിയാമോ? എനിക്കറിയാൻ വയ്യാത്ത വല്ല തൊഴിലും ഉണ്ടോ ചേട്ടാ? ഞാൻ എന്തും ചെയ്യും. എന്നാ പിന്നെ നീ തന്നെ മതി. ഞാൻ പിന്നെ വേറെ ആളെ അന്വേഷിച്ച് പോകുന്നതിനാ. നല്ല കാര്യം. എന്തോ നിന്നെ കണ്ടപ്പോ എനിക്കൊരടുപ്പം തോന്നി. കഴിഞ്ഞ ജന്മത്തിൽ നീ എന്റെ ആരെങ്കിലും ആയിരുന്നിരിക്കും. നീ വലിയ ആളാകുമടാ. പക്ഷെ ഒരു കാര്യം, അന്ന് നീ എന്നെ മറന്നു കളയരുത്. ഞാനൊന്നും മറക്കില്ല ചേട്ടാ. മറക്കാൻ കഴിയാത്തതാണ് എന്റെ ഏറ്റവും വലിയ ശക്തി. நீங்க எங்கேயும் போகலையா? ஐயா, வியாயாமம் கத்தி கொடுக்கறதுக்கு வேற ஆளை தேட வேண்டாம். எல்லாம் நம்ம சிவனுக்கு தெரியும். வியாயாமம் கத்தி கொடுக்கறதுக்கு தெரியுமா?
വ്യായാമം അറിയാം, കത്തി കൊണ്ട് ആ, കത്തി കൊടുക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കരുത്, ചൊല്ലി കൊടുക്കരുത്. ആ, தெரியுமா? ആ അതറിയാം. அப்படின்னா நாளை காலையில என் பெங்களாவில வா. ആ வரட்டுமா? ശരി മുതലാളി. வா போலாம். ചെട്ടിയാര് തന്നതാ. നിന്നെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഇവിടെ മറ്റാരും വരരുതെന്നാണ് ചെട്ടിയാര് പറയുന്നത്. ഞാൻ അയാളുടെ മാത്രം സ്വന്തമായിരിക്കണമെന്ന്. നീ ഇത് സമ്മതിച്ചില്ലേ? സമ്മതിച്ചു. അങ്ങനെ പറയാവൂ. പക്ഷേ ഇയാളെക്കാട്ടിലും വിലയുള്ള ചിട്ടയാരെ കിട്ടിയാ നമ്മൾ അയാളെ സ്വീകരിക്കും. നമുക്ക് ജീവിക്കാനുള്ള പണമായാൽ ഈ തൊഴിൽ നിർത്തണം ശിവേട്ട. അത് ശരിയാ, ഞാനും അത് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതെന്നാ? എന്നായാലും അന്ന് ശിവേട്ടനെ ഉപേക്ഷിക്കാതിരുന്നാ മതി. രുക്മിണി ചേച്ചിയെ ഓർക്കുമ്പോ എനിക്ക് ശിവേട്ടനെ പേടിയാ. ഇല്ല സോഫി, നിന്നെ അങ്ങനെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. നീ എന്നും എന്റെ കൂടെ ഉണ്ടാവും. സത്യമാണോ ശിവേട്ട? പറയൂ ശിവേട്ട, സത്യമാണോ ശിവേട്ടൻ പറയുന്നത്? നീ ഒരു മണ്ടിയാണ്. നീ എത്ര ആണുങ്ങളെ കണ്ടവളാണ്. ശിവനെ പോലെ എത്ര ശിവന്മാർ ഇനിയും ഉണ്ടാവും. ഇങ്ങനെ അതും ഓർത്തിരുന്നാൽ ജീവിക്കണ്ടേ? ഇല്ല അന്ത്രൂസ് ചേട്ടാ, പട്ടിണി കിടന്ന് ചത്താലും ഞാനിനി ആ ജോലിക്കില്ല. വെച്ച് വിളമ്പിക്കൊടുക്കാൻ എനിക്കിനി ആരുമില്ല. മാസം മാസം ഫീസ് കൊണ്ട് കൊടുക്കാൻ എനിക്ക് എന്റെ മകളുമില്ല. മാലാഖ പോലത്തെ മോളായിരുന്നു. നീ തരുന്ന ബിസ്ക്കറ്റും ചോക്ലേറ്റും കൊണ്ട് കൊടുക്കാൻ ചെല്ലുമ്പോ മോൾ എന്നോട് പറയുമായിരുന്നു, അന്തരസ്യത്തിന് സൈക്കിൾ വെച്ച് ചവിട്ടരുത്. ഞാൻ മമ്മിയോട് പറഞ്ഞ് കാറ് വാങ്ങിച്ചു തരാമെന്ന്. നമ്മൾ ശവിക്കപ്പെട്ടവരാണ് മോളെ. എത്ര ദുഷ്ടന്മാർ നല്ല നിലയിൽ ജീവിക്കുന്നു. എനിക്ക് ഇത്രയും വേദന കിട്ടാൻ ഞാൻ ദൈവത്തോട് എന്ത് തെറ്റ് ചെയ്തു? ദൈവം അയാളെ ഞാനൊന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ അയാളുടെ മുഖത്ത് ഞാൻ സാധിച്ചു നോക്കിയാണ്. അങ്ങനെ പറയരുത് അന്ത്രൂസ് ചേട്ടാ. ദൈവം എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും. അയാൾ വരെ ഉണ്ടാക്കും. അന്ത്രൂസ് ചേട്ടാ, നിന്റെ സങ്കടം കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. പക്ഷെ നീ എന്തോരമായി അനുഭവിക്കുന്നു. സാരമില്ല, അനുഭവിച്ച് ഞാൻ മരവിച്ചു കഴിഞ്ഞു. ഇനി ഒന്നിനും എന്നെ നോയിപ്പിക്കാൻ കഴിയില്ല. ചെല്ലു, അന്ത്രോസ് ചേട്ടൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കൂ. നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ആ നായരുടെ കടയിൽ പോയി ഒരു പടി ചോറ് വാങ്ങിച്ചില്ല. கருப்பையா, அந்த தர்வான் வந்திருக்கா? தர்வான், அந்த கருப்பையா வந்திருக்கா? கமலு, சீக்கிரம் காப்பி கொண்டு வாமா. കോഫി. ശിവനാ? വാ വാ. கமலு, நாளை தெரியுமா? இவர்தான் சிவன். ഒരു നാளைക്ക് അപ്പയോട് தேடி இங்க வந்தீங்க இல்ல? ഓ അതെ. கமலு ரொம்ப திறமைசாலி, புத்திசாலி. எனக்கு வியாயாமம் கத்தி கொடுக்கறதுக்கு வந்தேன். வா, அப்ப மேல போலாம். வா. அம்மா, இந்த சிவனுக்கு ஏதாவது வேலை கிடைச்சதா? ஆயிட்டே இருக்காங்கம்மா.
இந்த பையன் வியாயாமம் கத்தி கொடுத்தா முதலாளி ஒரு வாரத்துக்குள்ள குதிரைக்குட்டி மாதிரி ஆயிடும். கமலு, உட்காருமா. குடிக்கிறதுக்கு சூடா ஏதாவது தர முடியுமா? முருகா, ശിവൻ ചേട്ടാ, ശിവൻ ചേട്ടാ. ആരാത്? ഞാനാണ് ഇക്ബാല്. എന്താ? ശിവൻ ചേട്ടൻ ഇവിടെ ഇല്ലേ? അയാൾ ഇപ്പൊ ഇവിടെയില്ല, വേറെ എവിടെയോ ആണ്. അല്ല, എനിക്ക് ശിവൻ ചേട്ടനെ തന്നെ കാണണമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പോ എനിക്കെന്തിനാ ശിവൻ? രുക്മിണി എന്നല്ലേ പേര്. ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. എടോ, ഇവിടെ ഇപ്പൊ ആ തൊഴിലില്ല, ഞാനത് നിർത്തി. നീ അങ്ങനെയൊന്നും പതിവ്രത ചമയാതെടി. വിടാൻ